നമസ്കാരം. സ്വാതന്ത്ര്യമില്ല എനിക്ക് അല്പം കൂടെയൊക്കെ കഴിയുമായിരുന്നു പലതും ചെയ്യാൻ, പലതും പ്രവർത്തിക്കാൻ, ഉയരാൻ. പക്ഷേ എനിക്ക് ഈ വീട്ടിലൊരു സ്വാതന്ത്ര്യമില്ല. എനിക്ക് എൻ്റെ ജോലി സ്ഥലത്തൊരു സ്വാതന്ത്ര്യമില്ല. ഞാൻ എന്തിലേർപ്പെട്ടാലും എനിക്ക് അല്പം കൂടെയൊക്കെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കഴിവുകൾ എനിക്ക് പുറത്തെടുക്കാമായിരുന്നു. ഇന്ത്യൻ ചരിത്രം പഠിപ്പിക്കുന്നത്, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ചരിത്രം പഠിപ്പിക്കുന്നത് ഇരുട്ടിൽ കുത്തിയിരുന്നിട്ട് വെളിച്ചമില്ല എന്ന് പറയുന്നതല്ല സ്വാതന്ത്ര്യം എന്നത് തന്നെയാണ്. കാരണം അന്ന് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ പുതിയ പുതിയ ആയുധങ്ങളുണ്ടായിരുന്നു, അവരുടെ കൂടെ ഒരുപാട് പട്ടാളക്കാരുണ്ടായിരുന്നു, ആരും ചിന്തിക്കാത്ത അനേക തന്ത്രങ്ങളുണ്ടായിരുന്നു. അങ്ങനെ വളരെ വ്യത്യസ്തമായ കഴിവുകൾ ഇന്ത്യയിലെ ജനത്തെ സംബന്ധിച്ച് ബ്രിട്ടീഷുകാരുടെ മുൻപിൽ താണതാണ്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യക്കുറവിന് കാരണങ്ങളേറെ ഉണ്ടായിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യം ലഭിക്കണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹം സ്വാതന്ത്ര്യത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുചെന്ന് എത്തിക്കുക തന്നെ ചെയ്തു. അങ്ങനെയെങ്കിൽ നമ്മുടെ എല്ലാം ജീവിതത്തിൽ സ്വാതന്ത്ര്യം ഇല്ല എന്നാഗ്രഹിക്കുന്ന ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, വെളിച്ചത്തെ നോക്കി ഒരു ചെടി ചായുന്നത് പോലെ നാമും സ്വാതന്ത്ര്യത്തെ ലക്ഷ്യം വയ്ക്കുക തന്നെ ചെയ്യണം. കഥയിലേക്ക് പോകാല്ലേ. ഏറെ പരിചിതമായ, ചെറുപ്പകാലം തൊട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കഥയാണിത്. ഒരിക്കൽ ഒരു കർഷകൻ തൻ്റെ ജോലി കഴിഞ്ഞ് നടന്നു വരികയാണ്. വഴിയിൽ നിന്ന് അയാൾക്കൊരു മുട്ട കിട്ടി. ഈ മുട്ട അയാൾ അവിടെയൊക്കെ നോക്കി, തള്ളപ്പക്ഷിയെ കാണുന്നില്ല, കൂടെ മറ്റു മുട്ടകൾ കാണുന്നില്ല. ഉപേക്ഷിക്കാൻ അയാൾക്ക് മനസ്സ് വന്നില്ല. അയാളത് താലോലിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഭാര്യയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയ മുട്ടയാണ്, ഞാനത് അനങ്ങാതെ കൊണ്ടുവന്നതാണ്. സന്തോഷത്തോടെ ഭാര്യ പറഞ്ഞു, അതിനെന്താ, നമുക്ക് നമ്മുടെ കോഴികളോടൊപ്പം അടവയ്ക്കാമല്ലോ. പിറ്റേ ദിവസം തന്നെ ഇളകാത്ത മറ്റു മുട്ടകളുടെ കൂടെ ഈ മുട്ടയും ആ അമ്മ അടവെച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളോടൊപ്പം തന്നെ ഈ മുട്ടയും വിരിഞ്ഞു വന്നു. അതൊരു പരുന്തിൻ്റെ കുഞ്ഞായിരുന്നു. എന്നാൽ തള്ളക്കോഴിയുടെ ചിറകിനടിയിൽ ചേർന്നിരിക്കാൻ എപ്പോഴും ഈ പരുന്തും കുഞ്ഞും ശ്രദ്ധിച്ചിരുന്നു. കോഴിയമ്മ തൻ്റെ കോഴിക്കുഞ്ഞുങ്ങളോടൊപ്പം തന്നെ ഈ പരുന്തു കുഞ്ഞിനെയും കൊത്തിപ്പെറുക്കാനും ചിക്കിച്ചകയാനും ഒക്കെ പഠിപ്പിച്ചു. വളരെ സന്തോഷത്തോടെ ഈ പരുന്തു കുഞ്ഞ് ഈ കോഴിക്കുഞ്ഞുങ്ങളോടൊപ്പം കുനിഞ്ഞു നിന്ന് ആഹാരം കഴിക്കാൻ ചെറുപ്പം തൊട്ട് ശീലിച്ചു. നാളുകളോളം ഈ കോഴിയമ്മയുടെ പുറകെ ഈ പരുന്തും കുഞ്ഞും നടന്നു. പരുന്തും കുഞ്ഞ് ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല താനൊരു പരുന്താണെന്നും, താനൊരു പരുന്തിൻ്റെ കുഞ്ഞാണെന്നും, ഈ കോഴികളെ റാഞ്ചിയെടുത്ത് പറക്കാൻ ശക്തിയുള്ള ആളാണെന്നും, തനിക്ക് നല്ല ബലിഷ്ഠമായ ചിറകുകളുണ്ട് ഒന്നും ഈ പരുന്തും കുഞ്ഞ് മനസ്സിലാക്കിയില്ല, അറിഞ്ഞുമില്ല. അത് ഈ പരുന്തും കുഞ്ഞിൻ്റെ മാത്രം തെറ്റായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കോഴിയമ്മ ഓരോ കോഴിക്കുഞ്ഞിനെയും കൊത്തിമാറ്റി. ഈ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം കൊത്തിമാറ്റി തന്നെത്താൻ തിന്നാൻ തുടങ്ങിയപ്പോൾ ഈ പരുന്തും കുഞ്ഞും ചാടി ചെന്ന് കൊത്തിപ്പെറുക്കി തിന്നുകയാണ്. ഒരു ദിവസം ഒരു ശബ്ദം ആകാശത്തുനിന്ന് കേട്ടപ്പോൾ കോഴിയമ്മ തൻ്റെ ചിറക് വിരിച്ച് ഓടി വരികയാണ്. ആകാശത്തൂടെ ഒരു പരുന്ത് പറക്കുകയാണ്. ഈ പരുന്തിൻ്റെ കണ്ണിൽ നിന്ന് തൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് കോഴിയമ്മ ഓടി വന്നത്. കോഴിയമ്മ ഓടി വന്ന് ആകാശത്തേക്ക് നോക്കി ഒരു പ്രത്യേക തരം ശബ്ദം പുറപ്പെടുവിച്ചപ്പോൾ ഈ പരുന്തും കുഞ്ഞും ഓടി വന്നുവെങ്കിലും ഈ ശബ്ദം പരുന്തു കുഞ്ഞിന് വളരെ പരിചയം പോലെ തോന്നി. പരുന്തും കുഞ്ഞ് ഉണ്ടാക്കുന്ന ശബ്ദം അത് തന്നെയായിരുന്നു. പരുന്തും കുഞ്ഞും ഉയരത്തിലേക്ക് നോക്കിയപ്പോൾ തന്നെ പോലെ ഇരിക്കുന്ന ഒരാൾ അതാ ഉയരത്തിൽ നിൽക്കുന്നു. പരുന്തും കുഞ്ഞ് അയാളെപ്പോലെ ശബ്ദമുണ്ടാക്കാൻ ശ്രമിച്ചു. അതേ ശബ്ദം പുറത്തു വന്നു. അയാളെപ്പോലെ ചിറക് വിരിക്കാൻ ശ്രമിച്ചു. അതുപോലെ തൻ്റെ ചിറകുകൾ വിരിഞ്ഞു വരികയും ചെയ്തു. ആ പരുന്ത് ചിറകിട്ടടിക്കുന്നത് പോലെ ചിറകിട്ടടിക്കാൻ ശ്രമിച്ചു. ഇത് ചിറകിട്ടടിച്ച് ഉയരത്തിലേക്ക് പൊങ്ങുവാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ഈ കഥയിൽ, വളരെ സുപരിചിതമായ ഈ കഥയിൽ, ഈ കോഴിക്കുഞ്ഞുങ്ങളോടൊപ്പം നടക്കുന്ന പരുന്തും കുഞ്ഞിനെ നമ്മളുടെ ജീവിതവുമായിട്ട് താരതമ്യം ചെയ്യണം. പലപ്പോഴും പലരെ പോലെ സ്വാതന്ത്ര്യം എനിക്കില്ല, പലരെ പോലെ കഴിവുകൾ എനിക്കില്ല, പലരെ പോലെ അവസരങ്ങൾ എനിക്കില്ല, അല്ലെങ്കിൽ എനിക്ക് അല്പം കൂടെ സാധിക്കുമായിരുന്നു എന്നൊക്കെ പരാതി പറയുമ്പോൾ ഈ പരുന്തും കുഞ്ഞ് ഉയരത്തിലേക്ക് തല ഉയർത്തി നോക്കിയപ്പോൾ പരുന്തും കുഞ്ഞ് ചില ശബ്ദങ്ങൾ ശ്രദ്ധിച്ചപ്പോഴാണ് തന്നിലെ കഴിവിനെ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ
എനിക്ക് സ്വാതന്ത്ര്യമില്ല, എനിക്ക് അവസരമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇടയ്ക്കൊക്കെ ഒന്ന് മുകളിലേക്ക് നോക്കുക, ഉയർന്നവരെ നോക്കുക. കാരണം അവരുടെ എല്ലാം ജീവിതത്തിൽ പരാജയത്തിൻ്റെ വലിയ പട്ടിക തന്നെ ഉണ്ടാവും. അവരുടെ പരാജയങ്ങൾ ഓരോ പാഠങ്ങളാക്കി മനസ്സിലാക്കി ഉയരത്തിലേക്ക് പറക്കുവാൻ ഈ പരുന്തിനെ പോലെ സാധിക്കുമ്പോഴാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നാം ഓരോരുത്തരും വ്യക്തി സ്വാതന്ത്ര്യമുള്ളവരായി, നാം ഓരോരുത്തരും നല്ല വ്യക്തിത്വത്തിന് ഉടമകളായി എന്ന് പറയാൻ സാധിക്കുന്നത്. ആർഷഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം നമ്മെ പഠിപ്പിക്കുന്ന പാഠം ഇരുട്ടിലിരുന്നു കൊണ്ട് എനിക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നതല്ല, മറിച്ച് പ്രകാശത്തിനെ മാത്രം ലക്ഷ്യം വെച്ച് ഉയർന്നു ചിന്തിക്കുന്നതാണ്. ആയതിന് എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി.